ഖത്തറിനും തുർക്കിക്കും പണി വരുന്നുണ്ട്, സൂക്ഷിച്ചിരുന്നാൽ നല്ലത്. അതായത് ഇസ്രായേൽ പുതിയ ആയുധങ്ങൾ അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഹമാസിന്റെ നേതാക്കൾ എവിടെ ഒളിച്ചാലും അവിടെ പോയി ചെന്ന് ഇസ്രായേൽ അടിച്ചൊതുക്കും എന്നുള്ള കാര്യത്തിൽ ഇനി സംശയം വേണ്ട എന്നുള്ളത് തന്നെയാണ് ഹമാസിന്റെ നേതാവ് ഖാസി ഹമദ് അൽ ജസീറയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഖത്തറുമായി ഇസ്രായേലിന്റെ ബന്ദികളുമായുള്ള മധ്യസ്ഥ ചർച്ചയ്ക്കിരുന്നപ്പോഴാണ് വലിയൊരു ബോംബ് പൊട്ടുന്ന ശബ്ദം കേട്ടത്. നേരത്തെ തന്നെ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് കിട്ടിയിരുന്നു, ഇസ്രായേൽ ഇത്തരത്തിൽ ഷെല്ലാക്രമണങ്ങളും വ്യോമാക്രമണങ്ങളും നടത്തുമെന്ന്. ഒരു മിനിറ്റിൽ 12 റോക്കറ്റുകൾ വരുന്ന തരത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. നേരത്തെ മുന്നറിയിപ്പ് കിട്ടിയത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ 5 ഹമാസ് നേതാക്കളും 1 ഖത്തർ ഉദ്യോഗസ്ഥനും മരണപ്പെട്ടു എന്നാണ് ഖാസി ഹമദ് പറയുന്നത്. ഈ രക്ഷപ്പെട്ട ഖാസി ഹമദ് അടക്കമുള്ള ഹമാസിന്റെ നേതാക്കൾ ഇപ്പോൾ തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിൽ ഒളിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ഇസ്രായേൽ പുതിയ സാങ്കേതിക വിദ്യയുമായി വരുന്നത്. ഇസ്രായേൽ പറയുന്നു, ഏതെങ്കിലും രാജ്യം ഭീകരരെ വളർത്തുകയോ ഭീകരർക്ക്, പ്രത്യേകിച്ച് ഹമാസ് ഭീകരർക്ക് ഒളിത്താവളം ഒരുക്കുകയോ ചെയ്താൽ അവരെ ഞങ്ങൾ വെറുതെ വിടില്ല, പിന്തുടർന്ന് അടിച്ചിരിക്കുമെന്ന് മാത്രമല്ല തീർത്തിരിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ കട്ടായം പറയുന്നത്. ഇസ്രായേലിന്റെ പുതിയ നടപടി ഇങ്ങനെയാണ്. ലോകത്തിലെ പുതിയ സാങ്കേതിക വിദ്യ, നടപടി എന്നതിനപ്പുറം പുതിയ സാങ്കേതിക വിദ്യ, ലോകത്തിലെ ആദ്യത്തെ ഹൈ പവർ ലേസർ ഇന്റർസ്പെക്ടർ സിസ്റ്റം വിന്യസിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അതായത് അയൺ ബീമിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ഇസ്രായേൽ വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. ഈ സംവിധാനം ഏറ്റവും ഫലപ്രദവും യുദ്ധത്തിൽ വിജയകരമായി പരീക്ഷിച്ചതാണെന്നും ഇസ്രായേൽ തന്നെ അവകാശപ്പെടുന്നുണ്ട്. അതായത് ഇസ്രായേൽ ഇത് പരീക്ഷിച്ചിട്ടുണ്ട്, അത് വിജയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇതുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് ഇസ്രായേൽ. സൈനിക പ്രതിരോധ ശക്തികളിലേക്ക് പുതുതലമുറ ആയുധം കൂടിയെത്തുന്നതോടെ രാജ്യം കൂടുതൽ സുരക്ഷിതമാക്കാനാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ശ്രദ്ധ മുഴുവൻ. കാരണം ഖത്തറിനെ ആക്രമിച്ചപ്പോൾ GCC രാജ്യങ്ങളെല്ലാം കൂടി ഒന്നു ചേർന്നുകൊണ്ട് ഒരു പുതിയ സൈനിക സഖ്യം രൂപപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഹമാസ് നേതാക്കൾ തുർക്കിയിൽ ഇരുന്നു കൊണ്ട് ചിലപ്പോൾ ചില തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് തുർക്കിയുടെ കൂടി സഹായം കൈപ്പറ്റിക്കൊണ്ട് ചിലപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും തൻ്റെ രാജ്യത്തുണ്ടാകണം, തൻ്റെ ജനങ്ങൾക്കുണ്ടാകണം എന്ന നെതന്യാഹു കൃത്യമായി നിലപാട് സ്വീകരിക്കുന്നു. അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രതിരോധത്തിനായി നേരത്തെ തന്നെ അയൺ ഡോമുകൾ ഇസ്രായേലിന്റെ പക്കലുണ്ട്. ഇവ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇസ്രായേൽ. ആധുനിക യുദ്ധരീതികളെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അയൺ ബീം ലേസർ സിസ്റ്റം ഈ ആഴ്ച തുടക്കത്തിലാണ് റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം പുറത്തിറക്കിയത്. ലോകത്ത് ഇതാദ്യമായിട്ടാണ് ലേസർ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗത്തിൽ വരുന്നത് എന്ന് ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അയൺ ബീം വൈകാതെ തന്നെ പുറത്തിറക്കുമെന്ന് ഇസ്രായേൽ നേരത്തെ അറിയിച്ചിരുന്നു. ഹിസ്ബുള്ളയുമായുള്ള യുദ്ധസമയത്തായിരുന്നു ഇസ്രായേൽ ഇക്കാര്യം അറിയിച്ചിരുന്നത്. അധിക ചെലവില്ലാതെ തന്നെ ശത്രുക്കളെ തുരത്താം എന്നതാണ് അയൺ ബീമിന്റെ മറ്റൊരു പ്രത്യേകത. പരമ്പരാഗത മിസൈൽ വേധ സംവിധാനങ്ങൾക്ക് $60,000 മുതലാണ് ചിലവ്. എന്നാൽ അയൺ ബീം ലേസർ സാങ്കേതിക വിദ്യയ്ക്ക് ഷോട്ടിന് കേവലം $2 മാത്രമാണ് ചിലവ്. യുദ്ധത്തിനിടെ ഉണ്ടാകുന്ന സാമ്പത്തികമായ നഷ്ടം ഇസ്രായേലിനെ വൻതോതിൽ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് പറയുന്നത്. ശത്രുക്കൾ കണ്ണകലത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ ചുട്ട് ചാമ്പലാക്കാൻ അയൺ ബീമിന് നിമിഷ നേരം മതി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേലിന്റെ കണ്ണിന് മുന്നിൽ ശത്രുക്കളെ കണ്ടാൽ, കണ്ണകലത്തിൽ തന്നെ ശത്രുക്കളെ കണ്ടാൽ അവരെ ചുട്ട് ചാമ്പലാക്കാൻ അയൺ ബീമിന് നിമിഷ നേരം കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശത്രുക്കളെ സാമ്പത്തികമായി തകർക്കുന്നതിനൊപ്പം തന്നെ തങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷയും ജീവനും അത് സംരക്ഷിക്കാനും സാധിക്കുമെന്നാണ് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. റോക്കറ്റുകളും മിസൈലുകളും തടസ്സപ്പെടുത്തുന്നതിന് ഇതിനകം തന്നെ ശ്രദ്ധ നേടിയ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിൽ നിന്ന് വ്യത്യസ്തമായി അയൺ ബീം അത്ഭുതപൂർവമായ കൃത്യതയോടെ
മോർട്ടാറുകൾ, റോക്കറ്റുകൾ, ഡ്രോണുകൾ എന്നിവ തകർക്കാനുള്ള അത്യാധുനിക ലേസർ സംവിധാനമാണ് അയൺ ഭീം എന്ന പേരിൽ പുറത്തു വരുന്നത്. അതായത് നിമിഷ നേരം കൊണ്ട് ശത്രുക്കളെ ചുട്ട് ചാമ്പലാക്കുന്ന തരത്തിലേക്ക് ഇതിനെ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കറിയാം, ഹമാസ് അടക്കമുള്ള ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തി അടക്കമുള്ള ഭീകരവാദ സംഘടനകൾ എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കാം. ഏത് സമയത്തും ഒരു ആക്രമണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ തങ്ങളുടെ ജീവിത ശൈലി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു ആക്രമണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇസ്രായേൽ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളും പുതിയ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പുതിയ പുതിയ ആക്രമണ പ്രതിരോധ സംവിധാനങ്ങളും പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് ലോകം തന്നെ അമ്പരന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പാകിസ്ഥാനും സൗദിയുമായി പുതിയൊരു കരാറൊക്കെ ഉണ്ടാക്കി. ആ ഒരു കരാറുമായി ബന്ധപ്പെട്ട് ലോകം വലിയ ആശങ്കയിലാണ്. ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ സൗദി പാകിസ്ഥാനൊപ്പം നിൽക്കുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ സൗദിയുടെ നിലപാട് സൗദി അറിയിച്ചു കഴിഞ്ഞു. ഇന്ത്യയുമായുള്ള കരാർ വേറെയാണ്. ഞങ്ങൾക്ക് പാകിസ്ഥാനുമായി ഒരു കരാർ ഞങ്ങൾ ഉണ്ടാക്കിയത് ഇന്ത്യയെ തകർക്കാനോ ഇന്ത്യയെ ആക്രമിക്കാനോ അല്ല. അത് മറ്റൊരു തരത്തിലുള്ള കരാറാണ്. ഇന്ത്യ ഒരു തരത്തിലും ഞങ്ങൾ ഒരിക്കലും ആക്രമിക്കുന്ന തരത്തിലേക്ക് അത് പോകില്ല എന്ന ഒരു വ്യക്തമായ മുന്നറിയിപ്പ് സൗദിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇപ്പോൾ രാജ്യങ്ങൾ മിക്കതും ഏത് സമയത്തും യുദ്ധം ഉണ്ടാകാം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇസ്രായേലും ഇറാനും തമ്മിൽ ഇപ്പോഴും യുദ്ധമുണ്ട്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ട്. അങ്ങനെ പല തരത്തിൽ യുദ്ധങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കറിയാം, ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ പലപ്പോഴും മാതൃകയാണ്. ഇസ്രായേലിന്റെ പല വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ലോകത്തിന് തന്നെ പലപ്പോഴും മാതൃകയാകാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവർ എപ്പോഴും പറയുന്നത് പോലെ നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ, സ്വന്തം രാജ്യത്തെയും സ്വന്തം രാജ്യത്തെ ജനങ്ങളെയും സംരക്ഷിക്കാനായി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ഖത്തറുമായിട്ടുള്ള ആക്രമണത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, പലസ്തീൻ ഇനി വേണ്ട, അതിൻ്റെ പേരിൽ ഇവിടെ യുദ്ധം കാഹളം ആരും മുഴക്കണ്ട, അതിൻ്റെ പേരിൽ ഇവിടെ ചോരപ്പുഴ ഒഴുകില്ല. മാത്രമല്ല, ഗാസയുടെ കാര്യത്തിലും വ്യക്തമായ തീരുമാനം ഇസ്രായേലിനുണ്ട്. ഗാസയെ ശുദ്ധീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഗാസയെ മറയാക്കിക്കൊണ്ടാണ് പലപ്പോഴും ഈ ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നതും ഹമാസ് ഇസ്രായേലിൽ കയറി അല്ലെങ്കിൽ ഇസ്രായേലിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതും ദ്രോഹിക്കുന്നതുമൊക്കെ ഗാസയെ മറയാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത്, ഇനി ഗാസ ശുദ്ധീകരിക്കുന്ന നടപടികളിലേക്ക് പോകും. മാത്രമല്ല, പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഇനി വേണ്ട, അത് വേണമെന്നാരെങ്കിലും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഇസ്രായേൽ കൃത്യമായി നിലപാട് സ്വീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലിനെ തൊട്ടാൽ ആ തൊട്ടവർക്കൊക്കെ കൈ പൊള്ളും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതായത് ഇനി തുർക്കി ആയാലും ഖത്തറായാലും സൗദി അറേബ്യ ആയാലും ബഹ്റിൻ ആയാലും കുവൈറ്റ് ആയാലും ഏത് GCC UAE അടക്കമുള്ള ഏത് GCC രാജ്യങ്ങളായാലും എവിടെയൊക്കെ ഇനി ഹമാസിനെ പോലുള്ള നേതാക്കൾക്ക് അഭയം കൊടുക്കുന്നു അല്ലെങ്കിൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ട നേതാക്കൾക്ക് അഭയം കൊടുക്കുന്നു, അവിടെയൊക്കെ കൃത്യമായ നിലപാട്, അത് ഇസ്രായേലിനെതിരെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ കൃത്യമായ നിലപാട് സ്വീകരിക്കും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. ഏതെങ്കിലും ദുഷ്ടന്മാർ അല്ലെങ്കിൽ ഭീകരന്മാർ കണ്ണു മുന്നിൽ വന്നാൽ അവരെ ചുട്ട് ചാമ്പലാക്കുന്ന പുതിയ സംവിധാനവുമായി ഇസ്രായേൽ എത്തുമ്പോൾ ലോകരാജ്യങ്ങൾ ആശങ്കയിൽ തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.